കഴിക്ക്. ഇന്നത്തോടെ നിന്റെ അവസാനത്തെ കഴിപ്പില്ല. മാല കൊടുക്കാന്ന് പറഞ്ഞു, അതുകൊണ്ട് പണയം വെച്ചു. പിന്നെ കമ്മല് ചോദിച്ചു, അത് ഞാൻ കൊടുത്തുകൊണ്ട് പണയം വെച്ചു. ഇനി ഒരു മോതിരം കൂടെ. കുടി കുടി കുടി, വാ കുടി. അയ്യോ, എന്റെ മോതിരം പോയ വഴി ഇസ്കി കൊണ്ട് പോയോ? ഇല്ലല്ലോ, കാട് കളിക്കുന്നതിന് വരെ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഇനി പശുവെങ്ങാനം. കഴിച്ച് അങ്ങേര് വളർത്തിയ പശുവിൽ ഇത് തന്നെ ചെയ്യും. ഇത് ഞാനിപ്പോ ആരോട് പറയും? ഇന്ന് കച്ചവടക്കാരൻ കൊണ്ടുവന്ന് പശുവിനെ കൊണ്ടുപോകാൻ ചെയ്യല. എന്റെ ദൈവമേ, ആരുണ്ട് ഇപ്പൊ എന്നെ ഒന്ന് സഹായിക്കാൻ? യോ അമ്പുകൾ എന്മാർ തുളൈത്തതെന്ന പരോപകാരി സതീശൻ. നിലാവിലെ തോன்றும் എണ്ണം നിലാവിലെ തോങ്കും വണ്ണം. ഓ, ഈ പഞ്ചായത്ത് ഇതുപോലെ വൃത്തികേട്ടായിട്ട് പാട്ട് പാടാൻ ഇവനെ കഴിഞ്ഞ് വേറെ ആരുമില്ല. സതീശൻ എടാ മോനെ, നീ തിരക്കണോടാ? ആ, രമ ചേച്ചിക്ക് ഗുളിക മേടിക്കണം, സുമ ചേച്ചിക്കാണെങ്കിൽ തേങ്ങ മേടിക്കണം, മീനയ്ക്ക് മീൻ മേടിക്കണം. അല്ല, ചേട്ടൻ ഇവിടെ ഇല്ല. നീ ഇങ്ങോട്ട് വന്നായിരുന്നു, നിന്നെ കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു ചേച്ചിക്ക്. അയ്യോ, എനിക്ക് നിന്ന് തിരിയാ സമയമില്ല ചേച്ചി. തിരക്കാണെ സാരമില്ല, ഞാൻ വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ. സതീശൻ തിരക്കാന്ന് പറഞ്ഞിട്ട് എന്തേ? അത് ചുമ്മാ ഞാൻ ഡിമാൻഡ് അടിച്ചതല്ലേ. ആണോ? ഇത്ര അടുത്ത് താമസിച്ചിട്ട് ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഈ വീട്ടിൽ എന്തെങ്കിലും വേറെ ആവശ്യം വരണ്ടേ? ദൈവമേ, ഈ വീട്ടിൽ എന്നും ആവശ്യം വരണേ. എന്താ? അല്ല, ഒന്നുമില്ല. എടാ, ചേട്ടൻ ഈ വീട്ടിലില്ലേ? അത് ഞാൻ കണ്ടല്ലോ, അതാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത്. ചേട്ടൻ വരുന്നതിന് മുമ്പ് എന്നെ കാണാതെ പോയ സ്വർണ്ണമോതിരം ഒന്ന് കണ്ടെത്തി തരണം. സ്വർണ്ണമോതിരം കാണാതെ പോയോ? ആണോ? അങ്ങനെയാണെങ്കിൽ ചേച്ചി ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നോ ബെഡ്റൂമിൽ പോയി കാണുമ്പോ അവിടെ പോയി തപ്പാം. അപ്പൊ കുളിച്ചോണ്ടിരുന്നോ ബാത്റൂമിൽ പോയി കാണുമ്പോ അവിടെ പോയി തപ്പാം. അവിടെ ഇല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സിൽ കിടുക്കൊരു സ്പോട്ട് ഉണ്ട്, ആ കലങ്ങിന്റെ താഴെ. അവിടെ ആകുമ്പോ ഇപ്പൊ ആരും കാണാത്ത മോതിരം തപ്പാൻ പറ്റിയ സമയം നമുക്ക് അവിടെ പോകാം. അങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രതീക്ഷകൾ. എനിക്ക് കൃത്യമായിട്ട് അറിയാം. എവിടാ അത്? പശുവിന്റെ വയറ്റി. പശുവിന്റെ വയറ്റി പോയി. ഞാൻ പോണു. രമചേച്ചി ഗുളിക മേടിക്കണം. ഗുളിക നമ്മൾ തിന്നണ്ട. അധികാരം അല്ലേ? അപേക്ഷയുടെ എങ്ങനെങ്കിലും ഈ ചേച്ചി ഒന്ന് സഹായിക്കട്ടെ സതീശ. ഓ, ചേച്ചിമാരുടെ ഈ കിണുക്കൽ കാണുമ്പോ എങ്ങനെ പോവാതിരിക്കും? സതീശൻ സഹായിക്കാം. ചേച്ചി പാതാളക്കരണ്ടി കിട്ടൂ. ഇവിടെ ചെറുക്കായി വിറ്റു നിർത്തേക്കുന്ന പശു കേടുപാടില്ലാതെ വേണം തിരിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മൂക്കിപ്പൊടി. കണ്ണൊക്കെ തള്ളണ്. ശ്വാസം മുട്ടി ഇവിടെ കിടന്ന് ചാവും. എന്തുവാ നീ എന്നെ പറഞ്ഞ മൂക്കി പിടിക്കാനായിട്ട്? അതല്ലെന്ന്, കുറച്ച് മൂക്കിപ്പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പശുവിന്റെ മൂക്കിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും. അത് തുമ്മുന്നു. തുമ്മിയാ തെറിക്കണ മോതിരമാണെങ്കിൽ തെറിക്കട്ടെന്ന്. അയ്യോ, അത് അങ്ങനല്ല. തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിക്കട്ടെ. ഞാൻ ഇവിടെ മലയാളം പഠിപ്പിക്കാൻ വന്ന സാറാണല്ലോ. 3-4 പഴഞ്ചിൽ കൂടി പഠിപ്പിക്കട്ടെ. നോക്കണോ? നോക്കണം. പേരെന്തുവാ? നന്ദിനി. ഓ, നന്ദിനി എന്ന് പറഞ്ഞപ്പോ ഒരു ചുണ്ട് കന്യാകുമാരിയിൽ, ഒരു ചുണ്ട് കാസർഗോഡും. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഞാൻ നോക്കാം. നല്ല ഓയിലൊക്കെ കൊണ്ടല്ലോ. ഒരു സ്പാനറിങ് എടുത്താണ്. പശുവിന്റെ മൂത്രത്തിൽ കിടന്നിട്ട് ഓയിലേക്ക് അതൊന്നും അങ്ങനല്ല. ഞാൻ ചിലപ്പോ വായി നോക്കും. മനുഷ്യൻ ടെൻഷൻ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ചെറുക്കൻ്റെ ഓരോ താമ. അതല്ലെന്ന്, പശുവിന്റെ വായി നോക്കുന്ന മോതിരം എവിടെ കിടക്കണെന്ന് കാണണ്ട, അതിന് നോക്കുന്ന പറഞ്ഞേ. അങ്ങനെ പറഞ്ഞതാണോ? ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലേ. പിന്നെ പ്രതീക്ഷയില്ലാതെ ജീവിക്കാൻ പറ്റൂടാ, പെട്ടെന്ന് എടുക്കും. ചേച്ചി, ഞാൻ പറഞ്ഞൊരു മ്യൂസിക്കൽ തെറാപ്പി ഉണ്ട്. അതായത് ഒരു പാട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ പേടിച്ച് ചാണകിടും. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ ഏതാണ്ട് ഇതുണ്ട്. ആ 7ാമത്തെ പാട്ട് എന്നിട്ടാണ്. 7ാമത്തെ ഇടന്ന്. കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ. എന്തു കൊച്ചമ്മേ? അല്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ. എന്തോ കാണിക്കുവാണ്. നീ എന്താ കാണിക്കാ? നീ ചരപഞ്ചരം. അത് കുതിര, ഇത് പശു. അത് ഈ പശുവിനറിയാം അത് കുതിരയാന്ന്. അങ്ങനെ നാണം കെട്ട് ചമ്മി പശു ചാണകോടും. ചമ്മിച്ചാണകം. എനിക്കറിഞ്ഞൂടെ, ഇവനെ കൊണ്ട് നടക്കൂല. നടക്കും, ഞാൻ എടുത്തു തരാം. ഒരു കാര്യം ചെയ്യും, ഇനി ഒന്നെ ഈ വയറ്റി തള്ളി നോക്കണം. ചിലപ്പോ മോതിരം തെറിക്കും. ടെൻഷനാണോ? അങ്ങനെ വരുന്നതിന് മുന്നേ ഇത് എങ്ങനെങ്കിലും ഒന്ന് എടുത്തു തരാന്ന്. ഇത് ആരെ വിളിച്ച് തൊഴുത്തിനകത്ത് കയറ്റിയത്? സൂക്ഷിക്കണമായിരുന്നു. ഇത് വയറ്റിലായെന്ന് ഉറപ്പാണോ? 110% എനിക്ക് ഉറപ്പാ ഇത് വയറ്റിലായടാ. എടി വഞ്ചകി, ചുമ്മാ നല്ലടി. ഇല്ലാത്ത കാശ് മുടക്കി നീ എന്നെ ഗൾഫിൽ അയക്കണത്. ഞാൻ പറയാം,
എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിക്കാം വീട്ടിലോട്ട്. എന്റെ വീട് ലേബർ റൂമാക്കാനാണ് രണ്ടിന്റെ പ്ലാൻ. ഈ ഡോക്ടർ വന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യാനാ? വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്നു, ചേട്ടന്റെ ഉള്ളം കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്നു, ചേട്ടൻ സന്തോഷിക്കട്ടെന്ന്. പിന്നെ കണ്ടവന്റെ മുതലെടുത്ത് എന്റെ കയ്യിൽ വെച്ച് തരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഡോക്ടർക്ക് വന്ന പൈസ ചെലവല്ലോടാ. അണ്ണൻ കൊടുക്കുമല്ലോ പൈസ. അണ്ണം ബൈക്കാടാ, എല്ലാ അണ്ണം ബൈക്കാ. എടാ എന്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റാടാ സതീശ. ഇങ്ങനെ കരയാതെ, ഇതൊക്കെ ചെറിയ കുറ്റമല്ലേ. നിനക്കിത് ചെറിയ കുറ്റം, എന്റെ ലൈഫ് വെച്ചാണ് നീ കളിക്കണ്ട. എന്നാൽ ഇത് ആരാണെന്നൊരു പിടിയില്ലല്ലോ. മങ്കൈമാൻ മിഴിയമ്പുകൾ എന്മാൽ തുറത്തതന്നെ. അയ്യോ പരോപകാരി സതീശൻ. സതീശ സതീശ സതീശ. അയ്യോ മധുവണ്ണേ. അയ്യോ അതുകൊണ്ടല്ലടാ നിന്റെ കാലം. അണ്ണ ഇങ്ങനെ ആട്ടിക്കൊണ്ട് നടാ, ഇവിടെ നടക്കണ വല്ലൊക്കെ അറിഞ്ഞായിരുന്ന കണ്ട പശ്ചാത്താപം കൊണ്ട് അവന് പറയണമെന്നുണ്ട്. പഞ്ചകി നിന്റെ വായിക്കകത്തുനിന്ന് വാക്കുകൾ പുറത്തു വരണില്ല. പേടിച്ചട്ടാ ചേട്ടാ. പേടിച്ചിട്ട് നീ ഇത്ര ഉണ്ടാക്കി എടുത്തല്ല അടി. അണ്ണ എന്ത് പെട്ടെന്ന് വന്നത്? അണ്ണൻ പെട്ടെന്ന് വന്നത് പിടിച്ചില്ലല്ലേ. അണ്ണ ദുബായിക്കൊക്കെ പോണെന്ന് നമ്മൾ അറിഞ്ഞ് എന്ത് പോണത്? അണ്ണനെ കയറ്റി വിടാ. എന്തൊരു ധൃതി. അണ്ണനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഒരു കുറ്റം ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ആ കുറ്റക്കാരൻ ഞാനാണ്ടാ. എന്തോന്നറിയാമോ? അണ്ണ 24 മണിക്കൂറും പശുവിന്റെ കൂടെ ചേച്ചിയെ ശ്രദ്ധിക്കുന്നില്ലാന്ന്. ആ ഒരു അശ്രദ്ധയാണല്ലോ ഇവിടെ ചിലർക്ക് വളമായി മാറിയത്. എന്താ പറയുന്നത് ചേട്ടാ? എനിക്ക് നിങ്ങളോടൊരു നിന്നെ കൊല്ലും, ഞാനും ചാവാ പശുവിനെ കൊല്ലും. ഇതെന്താണ്? ആദ്യം നിന്നെയാണ് ഞാൻ കൊല്ലാൻ പോകുന്നത്. എന്നെ എന്തിനു കൊല്ലണത്? പശു ഒരു മോതിരം പിടിക്കാന്. പശു മോതിരം പിടിക്കാന് നിങ്ങൾ ഇവിടുന്ന് പോയില്ലേ? അന്നേരം ഞാൻ ഈ നന്ദിനിക്ക് കാട് കളിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ? എന്റെ മോതിരം അതിനകത്ത് വീണിട്ട് നന്ദിനി എടുത്ത് കുടിച്ചപ്പോ മോതിരം അതിന്റെ വയറ്റിലാ. ഓ സോറി ഏട്ടാ, എനിക്കിപ്പോഴാണ് മനസ്സമാധാനമായത്. മനസ്സമാധാനമായെന്നോ? പശുവിനെ കൊണ്ടുപോകാൻ ഇന്ന് ആള് വരും. ആദ്യം ഞാൻ മറന്നു ഈ 4:30 മണിക്ക് ചെട്ടി വരും. 4:30 മണിക്ക് ആര് ചട്ടി കൊണ്ടോ വരും? എടാ ആരും ചട്ടി കൊണ്ടുപോകാൻ വരുമെന്നല്ല, എടാ ചെട്ടിയാര് വരുമെന്ന്. ചെട്ടിയാർക്ക് വില പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചേക്കണ ഐറ്റമാണിത്. അടിച്ചു കൊടുക്കുക, ഞാൻ പോണു. ഞാൻ ഒന്ന് ഇറക്കിത്താടോ. ഒന്ന് എടാ കാലി. എനിക്ക് ഒരുപാട് തിരക്കുണ്ടെന്ന്. സതീശ എന്താ ചേച്ചി? എടാ എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കണം. ചേച്ചി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ എടുത്തു തരാം മോതിരം. എടാ സതീശ, അകത്ത് കിടക്കണത് ഒന്ന് വെളിയിൽ ഇറക്കി താടാ പെട്ടെന്ന്. പിന്നെ കൊലപ്പുള്ളിയല്ലേ അകത്ത് കിടക്കുന്നത്, പെട്ടെന്ന് ഇറക്കി തരാം. ഇയാൾ എന്താണ് പറയണത്? എടാ നീ കിണ്ണാരം അടിക്കാതെ പശുവിന്റെ വയറ്റിൽ കിടക്കുന്ന മോതിരം എടുത്താവുന്നു. അണ്ണ ഇത് മോതിരം എടുക്കണോന്ന് സംഭവം എന്താ അറിയോ? നന്ദിനി അറച്ചു നിൽക്കുക എന്ന് വെച്ചാ നമ്മളിപ്പോ വല്ല ബന്ധുക്കളുടെ വീട്ടിലെ ബാത്റൂമിലൊക്കെ കയറുമ്പോ നമുക്കൊരു ചമ്മലുണ്ടല്ലോ, പുറത്ത് ആൾക്കാരൊക്കെ നിക്കണല്ലോ എന്ന്. അതുപോലെ നമ്മൾ ആള് കൂടി നിൽക്കണം. നന്ദിനിക്ക് പിടിച്ചില്ല, മാറി നിക്കണം കുറച്ച്. നമ്മൾ മാറിയിരിക്കണം. ആ മാറണം. മാറിയില്ലടി മാറി. നന്ദിനി അറച്ചിരിക്കണം എന്താണെന്ന് അറിയാം. എന്താ? എടി എന്റെ അടുത്തുള്ള വാശി ഞാൻ അതിനെ വിക്കിയല്ലേടി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തുവാ? ആ പശു ചാണകം എടുത്ത് നിങ്ങളുടെ മുഖത്തെറിഞ്ഞാൽ അത് വാശി. ഇത് ചാണകം ഇടാതെ പിടിച്ചെന്ന് ചോദിക്കുന്നത് എന്തോ വാശിയാ. അതാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അലക്കല്ലേ? എടി നോക്കിക്കാതെ എടുത്തോണ്ട് കൊറി. എന്തുവാ? അവന് അലക്കല്ല് വേണോന്ന്. അലക്കല്ലെന്നല്ല, ചുമ്മാ അലക്കാതെ ഇവിടെ നിക്ക്. ഇനി ഷൂ ഷൂ എന്ന് പറഞ്ഞ അരോചക ശബ്ദം ഉണ്ടാവും. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കും. ഇത് വരണമെങ്കിൽ കുറച്ചു നേരം ഒന്ന് കാത്തിരിക്കണം. കാത്തിരിക്കണോ? ആ